നമുക്ക് അവിടെ കൊടുങ്ങല്ലൂര് വെച്ചിട്ട് മീറ്റ് ചെയ്യാം. ഞാനിപ്പോ ഇറങ്ങും, ഞാൻ വിളിക്കാം നിന്നെ. ആ ചായപ്പ കൊണ്ട് തരാം. മാളു അച്ചാച്ചനോട് ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തേ. അമ്മ കൊടുക്കും. കുടുംബത്തെ ഒരു പണി എടുക്കണ്ട കേട്ടാ, നീ ഇടുമ്പോ തന്നെ തോണ്ടിയിരുന്നു. എന്നാ അച്ഛ വെള്ളം. അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ? ഒന്നുമില്ലാന്നേ. അല്ല, അച്ഛൻ എന്തോ ബുദ്ധിമുട്ടുണ്ട്. ആ പുല്ലൊക്കെ പറിച്ചിട്ടായിരിക്കുള്ളൂ. അല്ല, അച്ഛന് എന്റെ മൂക്കാകെ വല്ലാണ്ടിരിക്കണ്ടല്ല. ഇപ്പം വേദന ഉണ്ട്, ഗ്യാസിന്റെ ആയിരിക്കുള്ളൂ. ആ അച്ഛന് ഗ്യാസ് ആണെന്നും പറഞ്ഞിരിക്കും. അച്ഛൻ എനിക്ക് നമുക്ക് ആശുപത്രി പോവാ. എനിക്ക് അവിടെ അടുക്കളയിലൊക്കെ ധാരാളം പണിയില്ലേ, അത് പോയി എടുക്ക് ചെല്ലി. അത് സാരില്ല, ചാച്ചൻ എനിക്ക് നമുക്ക് ആശുപത്രി പോവാ. അന്നേ ഞാൻ മാളുമായിട്ട് പോയിട്ട് വരാം. എന്നാ ഞാൻ മാളൂനോട് റെഡി ആവാൻ പറയാം. ശരി. മാളു, അച്ചാച്ചന് എന്തോ വഴിയായിട്ടുണ്ട്. ഞാൻ ചാച്ചനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ. അമ്മ ഉണ്ടോ? അപ്പൊ പിന്നെ ഈ പണിയൊക്കെ നീ എടുക്കോ? നിനക്ക് ഇതെല്ലാം അലർജിയാണല്ലോ. അച്ഛൻ വിളിക്കട്ടെ, നീ ഇടുമ്പോ തന്നെ തോണ്ടിയിരുന്നു. പണ്ടാറ, ഞാൻ പൊക്കോളാം. എടാ, ഞാനേ അച്ചാച്ചനായിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ പോവാ. അപ്പോ നമുക്ക് അവിടെ കൊടുങ്ങല്ലൂര് വെച്ചിട്ട് മീറ്റ് ചെയ്യാം. ഞാനിപ്പോ ഇറങ്ങും, ഞാൻ വിളിക്കാം നിന്നെ. മാളു, അച്ചാച്ചനെ ശ്രദ്ധിക്കണേ. ആ ദേവാണ് നമ്മ പറഞ്ഞ രാമേട്ടൻ. നമ്മളാ മുൻകാല പാർട്ടി പ്രവർത്തകനും നമ്മളെ ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളുമായിട്ടുള്ള രാമേട്ടനാണത്. ആ രാമേട്ടനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് കാണുന്നത്. ആളെനിക്ക് ആള് ഇപ്പൊ പുതിയതായിട്ട് വ്യവസായം തുടങ്ങിയ പ്രസിന്റെ ഓണറാണ് ആള്. അത് മാത്രമല്ല, നമ്മളാ ഇത്തവണത്തെ പരിപാടി ഫുള്ള് സ്പോൺസർ ചെയ്തേക്കണത് ഇദ്ദേഹമാണ്. രാമേട്ടാ, 3 ദിവസമാണ് നമ്മളെ ക്ലബിന്റെ പരിപാടി. 3-ാമത്തെ ദിവസമാണ് പഴയകാല പ്രവർത്തകരെ ആദരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. തീർച്ചയായിട്ടും പങ്കെടുക്കും. നമ്മുടെ ക്ലബിന്റെ പരിപാടി. ആ ഓമളെ, നമ്മൾ ആ റഹീമിനെ കൂടി ഒന്ന് വിളിക്കണം. നമ്മുടെ പഴയകാല പ്രവർത്തകനും കൂടിയാണ്. രാമേട്ടാ,
ടിക്കറ്റ് എടുത്ത് നോക്ക്. 10 മിനിറ്റുള്ളിൽ ഞാൻ മരണ നഷ്ടപ്പെടലിൻ്റെ നന്മയറിയാത്ത ഇന്നത്തെ സമൂഹം